വിഷുവിനെക്കുറിച്ചും വിഷുവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആഘോഷങ്ങളെക്കുറിച്ചും ഭൂരിപക്ഷം മലയാളികൾക്കും അറിയാമെന്നുള്ളതാണ് സത്യം. എന്നിരുന്നാലും ആ ആഘോഷത്തിന് പിന്നിലെ ഐതിഹ്യത്തെക്കുറിച്ചോ ചരിത്രത്തെക്കുറിച്ചോ പുതിയ തലമുറയ്ക്ക് കാര്യമായിട്ടൊന്നും തന്നെ അറിവില്ല. വിഷു എന്താണെന്നറിഞ്ഞുകൊണ്ട് നമുക്ക് വിഷു ആഘോഷിക്കാം. ഈ വീഡിയോ വിഷുവിനെക്കുറിച്ചാണ്. വിഷുവിൻ്റെ ഐതിഹ്യത്തിന് പിന്നിൽ രണ്ട് കഥകളാണ് പ്രധാനമായുമുള്ളത്. ഒന്ന് ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടാണെങ്കിൽ മറ്റൊന്ന് വരുന്നത് ഭഗവാൻ ശ്രീരാമനുമായി ബന്ധപ്പെട്ടാണ്. ശ്രീകൃഷ്ണന്റെ കൈകളാൽ നരകാസുരൻ നിഗ്രഹിക്കപ്പെട്ട ദിനമാണ് വിഷു എന്നാണ് ഒരു വിശ്വാസം. സർവ്വലോകത്തും ഭീതി പടർത്തിയ പരാക്രമിയായ ഈ അസുര രാജാവ് തപോവനത്തിലെ തപസ്സർ മുതൽ അബലകളായ സ്ത്രീകൾ വരെയുള്ളവരെ ഉപദ്രവിച്ചു പോന്നുവെന്നും അതിശക്തിമാനും വരശക്തിയുള്ളവനുമായ നരകാസുരനെ തോൽപ്പിക്കാൻ ആരെക്കൊണ്ടും സാധ്യമായിരുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ശ്രീകൃഷ്ണൻ നരകാസുരനെ നിഗ്രഹിക്കുന്നത്. മനുഷ്യരെ വിവിധ തരത്തിൽ ഉപദ്രവിക്കുന്നതിന് പുറമേ തന്നെ 16,000 രാജകുമാരിമാരെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് തൻ്റെ അന്തപുരത്തിൽ താമസിപ്പിക്കുകയും ചെയ്തിരുന്നു. ചെയ്തികൾ കടന്ന് ഇന്ദ്രനെ വെല്ലുവിളിക്കുവോളം കാര്യങ്ങളെത്തുന്നു. ദേവരാജാവായ ഇന്ദ്രന്റെ മാതാവ് അതിഥിയുടെ കുണ്ടലങ്ങളും ഇന്ദ്രന്റെ വെൺകൊറ്റക്കൂടയും നരകാസുരൻ മോഷ്ടിക്കുന്നതോടുകൂടി ഭഗവാന് വിഷയത്തിൽ ഇടപെടാതിരിക്കാനാവുന്നില്ല. അത്തരമൊരു സ്ഥിതിയിൽ ജനങ്ങളാകെ പരാതിയുമായി കൃഷ്ണ ഭഗവാന്റെ കാരുണ്യം തേടിയെത്തുന്നതോടുകൂടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ യുദ്ധത്തിനൊരുങ്ങുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭാര്യ സത്യഭാമ സമേതനായി തൻ്റെ ഗരുഡവാഹനത്തിൽ നരകാസുര രാജധാനിയായ പ്രഗ്ഗജ്യോതിഷത്തിലെത്തുന്നു. യുദ്ധത്തിനായി നരകാസുരനെ വെല്ലുവിളിക്കുന്നു. തുടർന്ന് നടന്ന ഘോരയുദ്ധത്തിൽ നരകാസുരന്റെ പ്രമുഖ സേനാനായകരെല്ലാം വധിച്ച ശ്രീകൃഷ്ണൻ നരകാസുരനുമായി നേരിട്ട് യുദ്ധത്തിലേർപ്പെടുന്നു. യുദ്ധത്തിനൊടുവിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നരകാസുരനെ നിഗ്രഹിക്കുന്നു. തുടർന്ന് അന്തപുരത്തിൽ താമസിച്ചിരുന്ന 16,000 രാജകുമാരിമാരെ മോചിപ്പിക്കുകയും അവരെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ദുഷ്ടശക്തിക്ക് മേൽ ഭഗവാൻ നേടിയ വിജയമാണ് നരകാസുര നിഗ്രഹത്തെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷുക്കണിയിൽ ഭഗവാന്റെ തിരുസ്വരൂപത്തിന് പരമമായ സ്ഥാനമുണ്ട്. ഭഗവാൻ ശ്രീരാമനുമായി ബന്ധപ്പെട്ടാണ് രണ്ടാമത്തെ ഐതിഹ്യം വരുന്നത്. പരാക്രമിയും രാക്ഷസന്മാരുടെ രാജാവുമായ രാവണന് സൂര്യഭഗവാനുമായുള്ള വിരോധത്തിന്റെ കഥയാണ് ഇതിനു പിന്നിലുള്ളത്. തൻ്റെ അറിവോ സമ്മതവുമില്ലാതെ തൻ്റെ അകത്തളങ്ങളിലും കൊട്ടാരവളപ്പിലും സൂര്യൻ സാന്നിധ്യമാകുന്നത് രാവണന് സഹിക്കാവുന്നതിലുമപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ ലങ്കാധിപതി സൂര്യനെ നേരാവണ്ണം ഉദിക്കാനും അസ്തമിക്കാനും അനുവദിച്ചിരുന്നില്ല. ശ്രീരാമൻ എത്തി രാവണൻ നിഗ്രഹം നടത്തിയതിനു ശേഷം മാത്രമാണ് ലങ്കയിൽ സൂര്യന് നേരെ ഉദിക്കാൻ കഴിഞ്ഞത് എന്നാണ് ഐതിഹ്യം. വസന്തവും ആഹ്ലാദവും ഐശ്വര്യവും സൂര്യനുമായി ബന്ധപ്പെട്ടതാണ് എന്നതിനാൽ പിന്നീട് വന്ന വസന്തകാലത്തെ വരവേൽക്കുകയാണ് വിഷു ആഘോഷിക്കുന്നതിലൂടെ ചെയ്യുന്നത് എന്നാണ് ഈ ഐതിഹ്യം പറയുന്നത്. വിഷുവുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും വിഷുവിൻ്റെ കൃത്യം ചരിത്രവും നാൾവഴികളും ലഭിക്കുക പ്രയാസമേറിയ കാര്യമാണ്. എന്നാൽ ചേരമാൻ പെരുമാൾ താഴ്വഴിയിൽ AD 844 ജീവിച്ചിരുന്നതായി കണക്കാക്കപ്പെടുന്ന സ്ഥാണുരവി എന്ന രാജാവിൻ്റെ കാലവുമായി ബന്ധപ്പെട്ടാണ് ഈ ആഘോഷത്തിൻ്റെ തുടക്കം മനസ്സിലാക്കുന്നത്. ഗണിതശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാലഗണന നടത്തുന്ന രീതിയും വിഷു ആഘോഷവുമായി ബന്ധമുണ്ട്. രാവും പകലും തുല്യ ദൈർഘ്യമുള്ള ദിനമായാണ് മേടം 1 വിഷുവിനെ കണക്കാക്കുന്നത്. ജ്യോതിശാസ്ത്രപരമായ ഇത്തരം കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ശങ്കരനാരായണീയം എന്ന കൃതിയുടെ കാലവും സ്ഥാണുരവിയുടെ കാലവും ഒന്നാണ് എന്നതാണ് പ്രാഥമികമായി വിഷുവിൻ്റെ കാലം നിർണ്ണയിക്കുന്നതിലേക്ക് എത്തിച്ചേരുന്നത്. ഇതിനു പുറമെ ചേരമാൻ പെരുമാൾ രാജവംശത്തിലെ ഭാസ്കര രവിവർമ്മൻ്റെതായി കണ്ടെടുത്ത ശിലാശാസനയിലും വിഷുവിനെക്കുറിച്ച് പരാമർശമുള്ളതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജ്യോതിശാസ്ത്രപരമായി വിഷുദിനത്തിൽ സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ നിൽക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. മതങ്ങളുമായും വിശ്വാസങ്ങളുമായും ദൈവങ്ങളുമായുമൊക്കെ കൂടിച്ചേർന്ന് നിൽക്കുന്ന ഒരു ആഘോഷമാണ് വിഷുവെങ്കിലും കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഓണം കഴിഞ്ഞാൽ പ്രധാന ആഘോഷങ്ങളിലൊന്നാണ്. മലയാള മാസം മേടം 1 കാർഷിക ഉത്സവമായ വിഷു ആഘോഷിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ ഒരു കാർഷിക ഉത്സവം തന്നെയാണ്. അടുത്ത ഒരു കൊല്ലത്തെക്കുറിച്ചാണ് വിഷുവിലൂടെ ജനങ്ങൾ ചിന്തിക്കുന്നത്. വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത ഒരു കൊല്ലക്കാലം നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം. കേരളത്തിൽ ശ്രീകൃഷ്ണന്റെ ആരാധനയുമായി ബന്ധപ്പെട്ടാണ് കൂടുതലും വിഷു ആഘോഷിച്ചു വരുന്നത്.